ദളിത് കോർഡിനേഷൻ കമ്മിറ്റി പഴയങ്ങാടിയിൽ അയ്യങ്കാളി ജന്മദിനം ആഘോഷിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ദളിത് കോർഡിനേഷൻ കമ്മിറ്റി പഴയങ്ങാടിയിൽ അയ്യങ്കാളി ജന്മദിനം ആഘോഷിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. ചടങ്ങിൽ 2025-26 വർഷത്തെ കേന്ദ്ര യുവ ഗവേഷകർക്കുള്ള അവാർഡ് ജേതാവ് ഡോക്ടർ ബിൻസി മരിയ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കേവലം ദളിതരിൽ തുടങ്ങി ദളിതരിൽ ഒടുങ്ങേണ്ടുന്ന ഒരു സമരമായിട്ടല്ല, അത് ഉൾക്കൊള്ളിക്കലിൻ്റെ ഒരു ചരിത്രമായിട്ട് വായിക്കപ്പെടണമെങ്കിൽ അത് സമൂഹം മുഴുവനായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ദളിത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന വിഷയം അത് ഇന്നും കേരളത്തിലെ കേരള മോഡൽ ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ ഒത്തിരി അധികം സംസാരിക്കുന്നുണ്ട്. ശ്രീജിത്ത് പൊങ്ങാടൻ അധ്യക്ഷനായി. സുനിൽ കൊയിലേരിയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രമേശൻ ഏരിപ്രം സ്വാഗതവും രമേശൻ യു വള്ളച്ചാൽ, രഘു പൊക്കുടൻ, റെനീഷ് കല്ലേൻ എന്നിവർ സംസാരിച്ചു. മഹേഷ് വി മുലക്കിൽ, സുരാജ് മുലക്കിൽ, ശൈലജ പി, രതീഷ് തളിയിൽ, ഉത്തമൻ ബി, രതീഷ് കുതിരുമ്മൽ, ബാബു നരിക്കോട്, ബിന്ദു വള്ളച്ചാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.